നാട്ടിലെ ക്രിസ്ത്യൻസ് വിശേഷ ദിവസങ്ങളിൽ ഉണ്ടാക്കുന്ന ഒരു പലഹാരമാട്ടോ പിടിയും വറുത്തരച്ച കോഴിക്കറി. ഉണ്ടാക്കിയെടുക്കാൻ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഫ്രണ്ട്സ്, എൻ്റെ പേര് രജിഷ മുരളി. എല്ലാവർക്കും സിമീസ് നാടൻ കിച്ചണിലേക്ക് സ്വാഗതം. നമ്മൾ 1 കിലോ ചിക്കൻ വെച്ചിട്ടാട്ടോ ഉണ്ടാക്കുന്നത്. ഇതിനായിട്ടൊരു ചീനിച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. എണ്ണ ചൂടായി കഴിയുമ്പോൾ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത്. ഇനി ഇതിലേക്ക് മീഡിയം വലുപ്പത്തിലുള്ള 2 സവാള കുഞ്ഞായിട്ട് അരിഞ്ഞത് ചേർക്കാം. സവാള ഒരു ബ്രൗൺ നിറമാകണം. സവാള മൂത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി ചേർക്കാം. 2 മീഡിയം വലുപ്പത്തിലുള്ള തക്കാളി. ഇനി ഇത് ഇച്ചിരി സമയം ഒന്ന് അടച്ചു വെക്കാം. അടച്ചു വെക്കുമ്പോൾ തക്കാളി പെട്ടെന്ന് തന്നെ വെന്ത് വരും. ഇത് കുറച്ച് സമയം ആയിട്ടുണ്ട്. തക്കാളി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതൊന്ന് ഉടച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഈ പൊടി ഒന്ന് മൂക്കി വറക്കണം. പൊടി മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ. ഗരം മസാല പൗഡർ ഇനിയും നമ്മൾ ചേർക്കും കേട്ടോ. അപ്പോൾ ആദ്യം കുറച്ച് ഇട്ടേച്ചാൽ മതി. ഇനി ലാസ്റ്റ് ചേർക്കും. അപ്പോഴാണ് കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. ഇപ്പോൾ പൊടിയെല്ലാം മൂത്തിട്ടുണ്ട്. എണ്ണ തെളിഞ്ഞു തുടങ്ങി. ഇതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർക്കാം. 1 കിലോ ചിക്കനാണ്. കറിക്ക് ആവശ്യമുള്ള ഉപ്പ്, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഇതെല്ലാം കൂടി ഇട്ടിട്ട് ചിക്കൻ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇതിൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട, ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ചിക്കനിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങും. സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഒത്തിരി കൂട്ടേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ മീഡിയം ഹീറ്റിലാണ് കിടക്കുന്നത്. ഇത് ചൂടായി തുടങ്ങിയിട്ടുണ്ട്. സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഒരു ലോ ഹീറ്റിലേക്ക് മാറ്റാം. ഇനി ലോ ഫ്ലെയിമിൽ കിടന്നിട്ട് വേണം ഇതൊന്ന് വെന്ത് വരാനായിട്ട്. ഇതൊന്ന് അടച്ചു വെക്കുകയും വേണം. അങ്ങനെ വെക്കുമ്പോൾ ഇതിൽ നിന്ന് വെള്ളം നന്നായിട്ട് ഇറങ്ങി വരും. ആ ചിക്കനിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളം വെച്ചിട്ടാണ് ഈ ചിക്കൻ വെന്ത് വരേണ്ടത്. അപ്പോഴാണ് കറിക്ക് കൂടുതൽ ടേസ്റ്റ്. ഇപ്പോൾ ഒരു 5 മിനിറ്റോളം ആയിട്ടുണ്ട്. ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് ചിക്കൻ വേകുന്ന വരെ ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങ വറുത്തെടുക്കണം. തേങ്ങ വറുക്കുമ്പോൾ അതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ഇനി ഇതൊന്ന് മൂക്കി വറുത്തെടുക്കാം. തേങ്ങ ഒരു ബ്രൗൺ നിറമായിട്ടുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർക്കാം. പെരിഞ്ജീരകം സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം വേണം ചേർക്കാനായിട്ട്. ഇനി ഇതിൻ്റെ ചൂട് ചെറുതായിട്ട് ആറിക്കഴിയുമ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. നമ്മുടെ ചിക്കൻ കറി എന്തായി നോക്കാം. ചിക്കനിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ചേർക്കാം. ഇതിലേക്ക് ഞാനൊരു 1/2 കപ്പ് വെള്ളവും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇത് ചൂടുവെള്ളമാണേ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല. ഇനി ഇതൊന്ന് തിളച്ചിട്ട് ഒന്ന് കുറുകി വരണം. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്കൊന്ന് വറുത്തിടണം. വറുത്തിടാൻ വേണ്ടിയിട്ട് ഒരു പാത്രം ചൂടാക്കാൻ വെക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ കടുക് ചേർക്കുന്നുണ്ട് കേട്ടോ. കടുക് പൊട്ടിക്കഴിയുമ്പോൾ 3 ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞത്, ഒരു വറ്റൽ മുളക്, അത് 2ആയിട്ട് പൊട്ടിച്ചിടാം. കുറച്ച് കറിവേപ്പില. ഇനി ഇത് കറിയിലേക്ക് ഒഴിക്കാം. ഇത് ഒഴിച്ചതിന് ശേഷം ഉടനെ അടച്ചു വെക്കാം. ഇനി നമുക്ക് പിടി ഉണ്ടാക്കാം. പിടി ഉണ്ടാക്കാൻ വേണ്ടി 1 കപ്പ് അരിപ്പൊടി. ഇത് ചെറിയ തരിയോട് കൂടിയിട്ടുള്ള അരിപ്പൊടി ആട്ടോ. ഇതിലേക്ക് തേങ്ങ 1/3 കപ്പ്, ഒരു നുള്ളു ഉപ്പ്. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി ഒരു ഇടികല്ലിലേക്ക് 2 ചെറിയ ഉള്ളി, 4 വെളുത്തുള്ളി, 1/4 ടീസ്പൂൺ ജീരകം, ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഇതൊന്ന് ചതച്ചെടുക്കണം. ചില ആൾക്കാർ ഉള്ളി ചേർക്കാറില്ല കേട്ടോ. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി ഒരു കടായി ചൂടാക്കാൻ വെക്കാം. അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന അരിപ്പൊടി ചേർക്കാം. ഈ അരിപ്പൊടി ഒന്ന് മൂക്കി വറുത്തെടുക്കണം. ഇടിയപ്പത്തിനൊക്കെ മൂപ്പിക്കുന്ന പോലെ മൂപ്പിച്ചെടുത്താൽ മതി. പൊടി നന്നായിട്ട് മൂത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി ഒരു പാത്രത്തിൽ 4 ഗ്ലാസ് വെള്ളം തിളപ്പിക്കാൻ വെക്കാം. അപ്പോൾ നമ്മൾ 1 ഗ്ലാസ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി. അരിപ്പൊടി എടുത്തേക്കുന്നത് ഇടിയപ്പത്തിൻ്റെ പൊടിയും പുട്ടിൻ്റെ പൊടിയും കൂടെ മിക്സ് ആയിട്ടാണ് എടുത്തേക്കുന്നത്. ഈ വെള്ളത്തിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളി, വെളുത്തുള്ളി, ജീരകം ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വെട്ടിത്തിളയ്ക്കണം. വെള്ളം നന്നായി വെട്ടിത്തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് അരിപ്പൊടിയിലേക്ക് ഒഴിക്കാം. ഇനി നമ്മൾ സാധാരണ ഇടിയപ്പത്തിനൊക്കെ കുഴയ്ക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ ഇതും കുഴയ്ക്കുന്നത്. വെള്ളം ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. ആ തിളച്ച വെള്ളം തന്നെ ആയിരിക്കണം കേട്ടോ. വെള്ളം ഒഴിക്കലും ഇളക്കലും കൂടെ ഒരുമിച്ചായിരിക്കണം. ഇതിലേക്കൊരു കുറച്ചും കൂടെ വെള്ളം വേണ്ടി വരും. അപ്പം ഇതിലേക്ക് ഞാൻ 1.25 കപ്പ് വെള്ളമാണ് ചേർത്തേക്കണത്.
വെള്ളം ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് കുറച്ച് സമയം അടച്ചു വെക്കാം. ഇതിൻ്റെ ചൂടൊന്ന് ആറിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ചെറിയ ചൂടേ ഉള്ളൂ കേട്ടോ, നമുക്ക് കൈ കൊണ്ട് പിടിക്കാൻ പറ്റുന്ന ഒരു പരുവമാണ്. ഇനി ഇത് നമ്മൾ കൈ കൊണ്ട് നന്നായിട്ട് ഇത് കുഴയ്ക്കണം. ഇത് കുഴച്ചിട്ട് നല്ല മയം വരണം കേട്ടോ. അത് അപ്പോൾ നമുക്ക് കൈ കൊണ്ട് പിടിക്കാൻ പറ്റുന്ന ഒരു പരുവമാകുമ്പോഴത്തേക്ക് നമ്മൾ കുഴച്ച് വെച്ചാൽ മതിയിട്ട്, അല്ലാണ്ട് ആ തിളച്ച വെള്ളം ഒഴിച്ച ഉടനെ തന്നെ നമുക്ക് കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് കണക്ക് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് കുഞ്ഞു കുഞ്ഞു ബോൾസാക്കി മാറ്റാം. നമുക്ക് ഈ ഒരു വലുപ്പത്തിലാട്ടോ ഉണ്ടാക്കിയെടുക്കേണ്ടത്. മാവെല്ലാം കൂടെ ഇതുപോലെ ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു വലുപ്പമേ ഉള്ളൂ കേട്ടോ. ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ വേണം. അതിനായിട്ട് ഞാൻ 3/4 കപ്പ് ഫ്രഷ് തേങ്ങ എടുത്തത്. അധികം വിളയാത്ത തേങ്ങയാണെങ്കിൽ അത്രയും നല്ലത്. ഇതിലേക്ക് ഞാൻ 1 കപ്പ് ചെറു ചൂടുവെള്ളം ഒഴിക്കണേണ്. ഇനി ഇതൊന്ന് അരച്ചെടുക്കാം. ഈ തേങ്ങാപ്പാൽ ഒരു പാത്രത്തിലേക്ക് ഒഴിക്കാം. നമ്മളിങ്ങനെ ചൂടുവെള്ളം ഒഴിച്ചിട്ട് തേങ്ങ പിഴിയുവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്തുനിന്ന് പാല് ഫുള്ളായിട്ട് ഇറങ്ങി വരും കേട്ടോ. പിന്നെ ഇത് നമുക്ക് രണ്ടാമത് പിഴിയേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ നമ്മൾ പൊടി കലക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് പൊടി കലക്കേൻ്റെ ബാക്കിയുള്ള വെള്ളമാണ്. അത് ഈ തേങ്ങാപ്പാലിലേക്ക് ഒഴിക്കാം. ഇതിങ്ങനെ അരിച്ച് വേണം ഒഴിക്കാനായിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ആ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ അതിനകത്ത് ഇങ്ങനെ കിടക്കും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ വെള്ളത്തിൽ ഇപ്പോൾ ഇതിൻ്റെ സത്തൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല നമുക്ക്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്നിങ്ങനെ പിഴിഞ്ഞിങ്ങെടുത്താൽ മതി. ഇത് ഞാൻ സ്റ്റൗവിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 കപ്പ് വെള്ളം കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് നല്ല കറക്റ്റായിട്ട് നമുക്ക് വെന്ത് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് തിളച്ച് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ആ ബോൾസ് ഒന്ന് വെന്ത് വരണമല്ലോ. അപ്പോൾ വെള്ളം കുറഞ്ഞു പോയി കഴിഞ്ഞാൽ അതിങ്ങനെ ഭയങ്കര ഇങ്ങനെ കുറുകി ഇങ്ങനെ ഭയങ്കര കൊഴുപ്പായിട്ടിരിക്കും. അപ്പോൾ നമുക്ക് അധികം വെള്ളത്തിൽ കിടന്ന് വേണം ഇത് വെന്തിട്ട് ആ വെള്ളം ഒന്ന് വറ്റി വരാനായിട്ട്. അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. ഈ വെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ തേങ്ങാപ്പാൽ വെച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ അകത്ത് ഇങ്ങനെ ചെറുതായിട്ട് തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 നുള്ളി ജീരകം ചേർക്കുന്നുണ്ട്. തിളച്ച തേങ്ങാപ്പാലിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ബോൾസ് ഇട്ട് കൊടുക്കാം. ഇടുമ്പോൾ ശ്രദ്ധിക്കണം, കയ്യിലേക്ക് വെള്ളം തെറിക്കും കേട്ടോ. അതുകൊണ്ട് നോക്കി വേണം ഇടാനായിട്ട്. ഇതിങ്ങനെ ഇടുമ്പോൾ പൊട്ടിപ്പോകത്തൊന്നുമില്ല കേട്ടോ. കുറച്ചധികം വെള്ളം ഉണ്ടെങ്കിൽ ഇതൊന്ന് വെന്ത് വരത്തുള്ളൂ. വെള്ളം അധികം ഇല്ലാന്നുണ്ടെങ്കിൽ വെള്ളം പെട്ടെന്ന് തന്നെ വറ്റിയിട്ട് അങ്ങ് കുറുകിപ്പോവും. ഇനി ഈ പാലിൽ കിടന്നിട്ട് ഈ പിടി നന്നായിട്ടൊന്ന് വെന്ത് വരണം. ഇത് തിളച്ചല്ലോ. ഇനി തിളച്ചതിന് ശേഷം നമ്മളിതൊരു മീഡിയം ഹീറ്റിലോട്ട് മാറ്റാം. മീഡിയം ഹീറ്റിലേക്ക് മാറ്റിയിട്ട് ഇത് ചെറുതായിട്ടൊന്ന് അടച്ചു വെക്കാം. തെറ്റിച്ചടയ്ക്കുക കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാലായതുകൊണ്ട് തിളച്ചൊഴുകുന്നത്. ഇനി ഒരു പാത്രത്തിലേക്ക് 1.5 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കണം. ഇത് നമുക്ക് പിടിക്കകത്തോട്ട് ഒഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഒഴിക്കുമ്പോഴാണ് നമ്മൾ അതിൻ്റെ അകത്ത് ഒഴിച്ചിരിക്കുന്ന ആ വെള്ളം ഒന്ന് തിക്കാവുന്നത്. ഇപ്പോൾ ഒരു 20 മിനിറ്റോളം ആയിട്ടുണ്ട് ഇതിങ്ങനെ തിളയ്ക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ചേർത്തിരിക്കുന്ന ആ വെള്ളമൊക്കെ വറ്റി തുടങ്ങി. ആദ്യം നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഈ പിടി ഇടുമ്പോൾ കാണാൻ പറ്റുന്നില്ല, അങ്ങനെ പാലിൽ മുങ്ങി കിടക്കുമായിരുന്നു. ഇപ്പോൾ അതാ മുകളിൽ ഇങ്ങനെ തെളിഞ്ഞു വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇത് ഇനിയും വറ്റിക്കണം എന്നുണ്ടെങ്കിൽ ഇനിയും വറ്റിച്ചെടുക്കാം. ചില ആൾക്കാരൊക്കെ ഇങ്ങനെ ഇതുപോലെ അപ്പം കണക്കാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഞാൻ ഇതിൻ്റെ കൂട്ടത്തിലൊരു ചാറും കൂടെ കിട്ടുന്ന രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ വെള്ളം അത്ര കുറുകിയിട്ടൊന്നുമില്ല. ഇതിലേക്ക് അരിപ്പൊടി കലക്കിയത് ചേർക്കാം. ഒന്ന് തിളയ്ക്കണം. തിളച്ച് വരുമ്പോഴത്തേക്കും ആ ഗ്രേവി ഒന്ന് നല്ലതായിട്ട് കുറുകി വരും. ഇതിപ്പോൾ ഓരോ നാട്ടിലും ഓരോ സ്റ്റൈലിലാട്ടോ ചെയ്യുന്നത്. അപ്പം എൻ്റെയൊക്കെ നാട്ടിൽ ഇത് കണക്കാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ അതുകൊണ്ടാണ് ഒരു മെത്തേഡ് കാണിച്ചേക്കുന്നത് കേട്ടോ. ചൂടായി തുടങ്ങിയപ്പോഴത്തേക്ക് ഇത് കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഒഴിച്ചിരിക്കുന്ന ആ അരിപ്പൊടിയും കൂടെ ഒന്ന് വെന്തോട്ടെ കേട്ടോ. അപ്പോൾ അതാ ഇത് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇത് ചൂടാറുന്തോറും ഇത് വീണ്ടും കുറുകി വരും. ഇനി ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് വിളമ്പുമ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഈ ഗ്രേവിയും കൂടെ ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ വറുത്തരച്ച കോഴിക്കറിയും പിടിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിടി ഉണ്ടാക്കുന്നത് പലരും പല രീതിയിലാട്ടോ. എൻ്റെയൊക്കെ നാട്ടിൽ കൂടുതലും ഒരു വിശേഷ ദിവസങ്ങളിലാട്ടോ ഇതുപോലെ ഒരു പലഹാരം ഉണ്ടാക്കുന്നത്. ക്രിസ്മസ് ഒക്കെ ആകാറായില്ലേ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കാം. ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടാം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തപ്പോഴത്തേക്ക് ഒരു ബെല്ലൈക്കൺ വരുമല്ലോ, അതിലും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കാം. എൻ്റെ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ പിന്നെ അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.